ബ്രിട്ടനിൽ നിന്നും ഇന്ത്യക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം വേണമെന്ന് കമ്മ്യൂണിസ്റ്റുകാരനായ ഹസ്രത്ത് മൊഹാനി ആഗ്രഹിച്ച് അത്തരമൊരു പ്രമേയവുമായി കോൺഗ്രസിന്റെ ദേശീയ സമ്മേളനത്തിൽ 1921 അവതരിപ്പിച്ചപ്പോൾ ആ പ്രമേയം കോൺഗ്രസിന്റെ മഹാഭൂരിപക്ഷം ആളുകളും എതിർത്തതിന്റെ പേരിൽ പരാജയപ്പെട്ടു. അതിലേറെ സങ്കടമുള്ളൊരു കാര്യം, ആ സമ്മേളനത്തിൽ പങ്കെടുത്ത സാക്ഷാൽ മഹാത്മാഗാന്ധി പോലും സമ്പൂർണമായ സ്വാതന്ത്ര്യം വേണമെന്ന കമ്മ്യൂണിസ്റ്റുകാരനായ ഹസ്രത്ത് മൊഹാനിയുടെ ആ പ്രമേയത്തെ എതിർത്തു എന്നതാണ്. കമ്മ്യൂണിസ്റ്റുകാർ, ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റിക്കൊടുത്തവർ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് ഇതുവരെ അംഗീകരിക്കാത്തവർ, പറ്റാവുന്ന രീതിയിലൊക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പാര വെച്ചവർ, ഇതാണ് കോൺഗ്രസും ഒരു സംഘം സംഘപരിവാറുകാരും നിർമ്മിച്ചെടുത്തുള്ള ഒരു പൊതുബോധം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നിയമസഭയിൽ BJP MLA V മുരളീധരനും കോൺഗ്രസ്സുകാരും കൂടി കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ക്ലാസ് എടുക്കാൻ ഇറങ്ങിയത്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റിക്കൊടുത്തവരായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരെന്ന് ഷൂനക്കികളുടെ പാരമ്പര്യം പേറുന്ന ഒരാൾ വിളിച്ചു പറയുമ്പോൾ അവരുടെ കൂടെ കട്ടക്ക് നിന്നവരാണ് കോൺഗ്രസും ലീഗും. ഈ മൂന്ന് കൂട്ടർക്കും ഒരൊറ്റ ശത്രു, അതായത് ലീഗിനും കോൺഗ്രസും BJPക്കും ഒരൊറ്റ ശത്രുവാണ് നിയമസഭയിൽ, അത് കമ്മ്യൂണിസ്റ്റുകാർ. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഒറ്റിക്കൊടുത്തവരാണ്, സ്വാതന്ത്ര്യ സമരത്തിന് എതിരായിരുന്നു. സത്യമറിയാൻ ചില വസ്തുതകളിലേക്ക് പോകാം. സ്വാതന്ത്ര്യ സമരം സമം കോൺഗ്രസ് എന്നാണ് നമ്മൾ കേട്ട് ശീലിച്ചിട്ടുള്ളത്. എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആനുണ്ടായിരുന്നു എന്ന് പറയുന്ന പോലെയാണ് കോൺഗ്രസ്സുകാർ തങ്ങളുടെ പൂർവ്വകാല ചരിത്രത്തെക്കുറിച്ച് പറയുക. ബ്രിട്ടീഷുകാരെ നമ്മുടെ നാട്ടിൽ നിന്നും തുരത്താൻ പതിറ്റാണ്ടുകളോളം പടപൊരുതിയവർ കോൺഗ്രസ്സുകാർ എന്ന ഒരു പൊതുബോധം നമ്മളിൽ പലരിലും സൃഷ്ടിക്കാൻ ഈ കൂട്ടർക്കായിട്ടുണ്ട്. അതൊരു സത്യമാണ്. എന്നാൽ അത് ശരിയാണോ? അല്ല. ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും പറഞ്ഞയക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് എന്നാണ്? നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ 5 വർഷങ്ങൾക്ക് മുമ്പ് മാത്രം, അതായത് 1942 ക്വിറ്റ് ഇന്ത്യ അഥവാ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യം കോൺഗ്രസ് ആദ്യമായി ഉയർത്തിയത് 1947 5 വർഷങ്ങൾക്ക് മുമ്പാണ്. 1947 ഇന്ത്യ സ്വതന്ത്രമാകുന്നത്. അതിൻ്റെ കൃത്യം 5 വർഷം മുമ്പ്, അതായത് 1885 രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, സാന്ദർഭികമായിട്ട് പറയട്ടെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ആ പ്രസ്ഥാനം രൂപീകരിച്ചതിന് നേതൃത്വം കൊടുത്ത ആൾ തന്നെ ഇംഗ്ലീഷുകാരനാണ്, ബ്രിട്ടീഷുകാരനാണ്. A.O. ഹ്യൂം എന്ന് പറയുന്ന വ്യക്തിയാണ്. അതിൻ്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. പിന്നീട് അത് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ സ്വാതന്ത്ര്യ സമരം ഏറ്റെടുക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് 57 വർഷങ്ങൾക്ക് ഇപ്പുറമാണ്. 1885 രൂപീകരിച്ച കോൺഗ്രസ് അവിടുന്ന് 57 വർഷം കഴിഞ്ഞിട്ടാണ് ഈ മുദ്രാവാക്യം ഏറ്റെടുക്കുന്നത്. അപ്പോൾ അതുവരെ കോൺഗ്രസ് എന്താണ് ബ്രിട്ടനോട് ആവശ്യപ്പെട്ടിരുന്നത്? സ്വാതന്ത്ര്യ സമരം ഇവർ പങ്കെടുക്കുന്ന ആൾ പറയുന്നത് അത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണമെന്നല്ല, ബ്രിട്ടീഷ് ഭരണത്തിൽ ഒരു ഡൊമീനിയൻ പദവി വേണമെന്ന് മാത്രം. എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഭരിച്ചോ, ഞങ്ങൾക്കും അതിലൊരു പങ്കാളിത്തം, ഒരു സ്വാധീന പങ്കാളിത്തം വേണമെന്ന് മാത്രം. എന്നാൽ 1921 ആ വർഷത്തിനൊരു പ്രത്യേകതയുണ്ട്. മലബാർ കലാപം നടന്ന വർഷം കൂടിയാണ്. മലബാർ കലാപം വളരെ ആവേശമുള്ള ഒരു കലാപമായിരുന്നു. ബ്രിട്ടീഷുകാർ മാപ്പിള ലഹള എന്നൊക്കെ കളിയാക്കി വിളിച്ച ആ കലാപത്തിൽ നമ്മൾ പലരും പെട്ടെന്ന് ഓർക്കാത്ത ഒരു സംഭവമുണ്ട്. 6 മാസത്തോളം ഈ ബ്രിട്ടീഷ് അധീനതയിലുള്ള ഈ ഇന്ത്യയിൽ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മലബാർ രൂപപ്പെട്ടു. 6 മാസക്കാലം മലയാള രാജ്യം എന്ന പേരിൽ ആ മലബാർ കലാപത്തിന് നേതൃത്വം കൊടുത്ത ധീരനായ നേതാവ് വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ നേതൃത്വത്തിൽ അന്ന് സോവിയറ്റ് യൂണിയനിലടക്കം ചർച്ചയായ ഒരു വിഷയമായിരുന്നു. ഞാൻ സാന്ദർഭികമായിട്ടൊന്നും സൂചിപ്പിച്ചെന്നുള്ളൂ. സായുധരായ ബ്രിട്ടീഷ് പട്ടാളത്തോട് നിരായുധരായ ആളുകൾ പൊരുതി നേടിയ ആ സ്വാതന്ത്ര്യമാണ് ഒരുപക്ഷെ ഈ ബ്രിട്ടൻ്റെ ഏറ്റവും ആദ്യത്തെ തോൽവി എന്ന് വേണം പറയാൻ. ഞാൻ പറഞ്ഞു വന്നത്, ഈ മലബാർ കലാപം നടത്തുന്ന 1921 തന്നെയാണ് AICCയുടെ സമ്മേളനം നടക്കുന്നത്. അത് അഹമ്മദാബാദിൽ വെച്ചാണ് നടക്കുന്നത്. അതിലാണ് ആദ്യമായി പൂർണ്ണസ്വരാജ് എന്ന ഒരു പ്രമേയം അവതരിപ്പിച്ചത്. പൂർണ്ണസ്വരാജ് എന്നാൽ സമ്പൂർണമായ സ്വാതന്ത്ര്യം എന്ന്. അന്ന് ആ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയുടെ പേരെന്താണെന്നറിയോ? ഹസ്രത്ത് മൊഹാനി. ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവായ കവിയും വിപ്ലവകാരിയുമായ ഹസ്രത്ത് മൊഹാനി. ഉറുദു കവിയായിരുന്നു. ഈ സാധാരണ ഗസൽ ഗായകരുടെയൊക്കെ ഇന്നും വളരെ പ്രിയപ്പെട്ട ഒരു ഗാനമാണല്ലോ ചുക്കെ ചുക്കെ എന്ന് തുടങ്ങുന്ന ഗാനം. അതൊക്കെ രചിച്ച ആളാണ് പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാവായുള്ള ഹസ്രത്ത് മൊഹാനി. പക്ഷേ അന്ന് അഹമ്മദാബാദിലെ ആ AICC സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയം കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷ പിന്തുണയില്ലാത്തതിൻ്റെ പേരിൽ പരാജയപ്പെട്ടു. ആരവതരിപ്പിക്കുന്നത്? കമ്മ്യൂണിസ്റ്റുകാരനായ ഹസ്രത്ത് മൊഹാനി. എന്ന് വെച്ചാൽ ബ്രിട്ടനിൽ നിന്നും ഇന്ത്യക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം വേണമെന്ന് കമ്മ്യൂണിസ്റ്റുകാരനായ ഹസ്രത്ത് മൊഹാനി ആഗ്രഹിച്ച് അത്തരമൊരു പ്രമേയവുമായി കോൺഗ്രസിൻ്റെ ദേശീയ സമ്മേളനത്തിൽ 1921 അവതരിപ്പിച്ചപ്പോൾ ആ പ്രമേയം കോൺഗ്രസിൻ്റെ മഹാഭൂരിപക്ഷം ആളുകളും എതിർത്തതിൻ്റെ പേരിൽ പരാജയപ്പെട്ടു. അതിലേറെ സങ്കടമുള്ളൊരു കാര്യം,
ആ സമ്മേളനത്തിൽ പങ്കെടുത്ത സാക്ഷാൽ മഹാത്മാഗാന്ധി പോലും സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യം വേണമെന്ന കമ്മ്യൂണിസ്റ്റുകാരനായ ഹസ്രത് മൊഹാനിയുടെ ആ പ്രമേയത്തെ എതിർത്തു എന്നതാണ്. ആ കോൺഗ്രസ് ആണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വാതന്ത്ര്യ സമരത്തിനെതിരായിരുന്നു, ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റിക്കൊടുത്തവരെന്നെല്ലാം വെച്ച് കാച്ചുന്നത്. എന്നാൽ പിന്നീട് അവിടെ നിന്നും 8 വർഷങ്ങൾക്ക് ശേഷം 1929 ലാഹോറിൽ വെച്ച് നടന്ന AICC സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിക്കുന്നത്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു അന്ന് ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. അക്കാരണം കൊണ്ടുകൂടിയാണ് അന്ന് ആ സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് അംഗീകരിക്കപ്പെട്ടു എന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സാന്ദർഭികമായി പറയട്ടെ, 1929 ആ ലാഹോർ സമ്മേളനം നടക്കുന്ന ദിവസം ജനുവരി 26 ആയിരുന്നു എന്ന കാരണം കൊണ്ടോടുകൂടിയാണ് പിന്നീട് നമ്മുടെ റിപ്പബ്ലിക് ദിനമായിട്ട് ജനുവരി 26 ആഘോഷിക്കാൻ തുടങ്ങി. ഞാൻ സാന്ദർഭികമായിട്ടൊന്ന് പറഞ്ഞെന്നുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ബ്രിട്ടന്റെ കയ്യിൽ നിന്നും ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന് കമ്മ്യൂണിസ്റ്റുകാർ ആവശ്യപ്പെട്ടിട്ടും അന്നത് അംഗീകരിക്കാത്തവർ പിന്നീട് ആ പ്രമേയം അംഗീകരിക്കാൻ 8 വർഷം എടുത്തു. എന്നാൽ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം കോൺഗ്രസ് 1929 അംഗീകരിച്ചിട്ടും പിന്നെയും 13 വർഷം കഴിഞ്ഞാണ് 13 വർഷം കഴിഞ്ഞാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക അഥവാ ക്വിറ്റ് ഇന്ത്യ എന്ന മുദ്രാവാക്യം കോൺഗ്രസ് ഉയർത്തുന്നത് 1942. അപ്പോഴും ഒരു ചോദ്യത്തിന് ഉത്തരമുണ്ടായിട്ടില്ല, അല്ലേ? എന്തിനാണ് കമ്മ്യൂണിസ്റ്റുകാർ ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർത്തത് എന്നുള്ളതല്ലേ. കോൺഗ്രസിന് താല്പര്യമില്ലാത്ത ഒരു കാലത്തും പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ് ഇന്ത്യക്ക് ആവശ്യമെന്ന പ്രമേയം അവതരിപ്പിച്ച് പരാജയപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാർ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണം എന്ന മുദ്രാവാക്യത്തെ എതിർക്കുമോ? അത്തരത്തിലുള്ള ഒരു സമരത്തെ എതിർക്കുമോ? സാമാന്യ വിവേകമുള്ളവർ അങ്ങനെ കരുതുമോ? അപ്പോൾ യഥാർത്ഥ കാരണം എന്തായിരിക്കും? 1942 കോൺഗ്രസ്സുകാർ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നത്. ആ വർഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. 2ാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ട കാലം. 1939 മുതൽ 45 വരെ ആയിരുന്നല്ലോ 2ാം ലോക മഹായുദ്ധം നടന്നത്. ആഗോളതലത്തിൽ സഖ്യകക്ഷികളും അച്ചുതണ്ട് ശക്തികളും തമ്മിൽ നടന്ന ആ യുദ്ധമായിരുന്നു 2ാം ലോക മഹായുദ്ധം. സാന്ദർഭികമായിട്ട് പറയുകയാണ്, മഹായുദ്ധം എന്ന് പറയാനാവുമ്പോൾ അതിന് യുദ്ധത്തെയൊക്കെ മഹാ എന്നുള്ള പേര് വിളിക്കാനാവും. പുതിയ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ചർച്ചയൊക്കെ എം സ്വരാജ് അടക്കമുള്ളവർ ഉയർത്തുന്നുണ്ട്. ഞാൻ സാന്ദർഭികമായിട്ടൊന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. എന്നാൽ നാളിതുവരെ മനുഷ്യ ചരിത്രം കണ്ട ഏറ്റവും ഭീകരമായ മനുഷ്യക്കുരുതിക്ക് കാരണമായത് 70ലേറെ രാജ്യങ്ങൾ തമ്മിൽ ആഗോളതലത്തിൽ നാനാദിക്കിലുമായി നടന്ന ആ യുദ്ധത്തിൽ 2.5 കോടിയോളം വരുന്ന സൈനികരുൾപ്പെടെ 7.5 കോടിയോളം മനുഷ്യർ കൊല്ലപ്പെട്ടു. 7.5 കോടി മനുഷ്യർ. സോവിയറ്റ് യൂണിയൻ, അമേരിക്ക, ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ നേതൃത്വം കൊടുത്തിരുന്ന സഖ്യകക്ഷികളും ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരന്മാരായ അല്ലെങ്കിൽ ക്രൂരതയുടെ പര്യായമായി ലോകം ഇന്നും കാണുന്ന ഫാസിസ്റ്റുകളായ ഹിറ്റ്ലറുടെയും മൊസോളിനിയുടെയും ജർമ്മനിയും ഇറ്റലിയും പിന്നെ ജപ്പാനും നേതൃത്വം കൊടുക്കുന്ന അച്ചുതണ്ട് ശക്തികളും തമ്മിലായിരുന്നു യുദ്ധം. സ്വാഭാവികമായും ലോകത്തിൽ സമാധാനം കാംക്ഷിക്കുന്നവർ ഫാസിസ്റ്റുകളായിട്ടുള്ള ഹിറ്റ്ലറും മുസോളിനിയും നേതൃത്വം കൊടുക്കുന്ന അച്ചുതണ്ട് ശക്തികൾക്ക് എതിരാവുമല്ലോ. അങ്ങനെ തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. നോക്കണം, ഇന്ത്യ അധീനതയിൽ വരുത്തിയിട്ടുള്ള ബ്രിട്ടന്റെ അനുകൂല നിലപാടായിരുന്നു ഇന്ത്യ അന്ന് സ്വീകരിച്ചിരുന്നത്. അതായിരുന്നു ആവശ്യം. കാരണം അപ്പുറത്ത് ഫാസിസ്റ്റുകളാണ്. അതുകൊണ്ട് അച്ചുതണ്ട് ശക്തികൾക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന ബ്രിട്ടന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് ബ്രിട്ടീഷ് സൈന്യത്തെ ലോകമഹായുദ്ധത്തിൽ പങ്കെടുപ്പിക്കാൻ, ആരോടുള്ള ഈ പറയുന്ന ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെയുള്ള ലോകമഹായുദ്ധത്തിൽ പങ്കെടുപ്പിക്കാൻ ബ്രിട്ടീഷ് സൈന്യത്തെ ഇവിടുന്ന് പിൻവലിക്കേണ്ട ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു മുദ്രാവാക്യം, അതുവരെ ഇല്ലാത്ത ഒരു മുദ്രാവാക്യം ഉയർത്തുമ്പോൾ ബ്രിട്ടീഷ് സൈന്യത്തെ ഇവിടുന്ന് പോകാൻ അനുവദിക്കാതായാൽ അത് ആരുടെ വിജയത്തിന് കാരണമാകും? ലോകത്തിലെ ഈ പറയുന്ന ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും നേതൃത്വത്തിലുള്ള അച്ചുതണ്ട് ശക്തികളുടെ വിജയത്തിന് കാരണമാകരുത്. അതുകൊണ്ടുകൂടിയാണ് അത്തരത്തിലുള്ളൊരു നിലപാട് അപ്പോൾ സ്വീകരിക്കേണ്ട. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണം എന്നുള്ള കാര്യത്തിൽ ആ മുദ്രാവാക്യം, പൂർണ്ണമായ സ്വാതന്ത്ര്യം വേണം മുദ്രാവാക്യം, കോൺഗ്രസ്സുകാർ അംഗീകരിക്കാത്ത കാലത്ത് ഹസ്രത്ത് മൊഹാനിയെ പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് വെച്ചതാണെന്നുള്ള ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയട്ടെ, ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന മുദ്രാവാക്യത്തിനല്ലായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ അന്നെതിര്. ആ വിളിച്ച സമയമുണ്ടല്ലോ, ആ സമയത്തിലുള്ള ആ പ്രത്യേക സാഹചര്യത്തോടായിരുന്നു എതിര്. ലോകം മൊത്തം ഫാസിസ്റ്റ് നിലപാടുകൾക്കെതിരെ 2ാം ലോക മഹായുദ്ധത്തിൽ മനുഷ്യസ്നേഹികൾ നിലയുറപ്പിച്ചപ്പോൾ അതിൻ്റെ കൂടെ നിന്ന ബ്രിട്ടന്റെ സൈന്യത്തെ പിൻവലിക്കാതിരിക്കാൻ അതൊരു കാരണമാകരുത് എന്നുള്ള ആ ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മ്യൂണിസ്റ്റുകാർ ആ നിലപാട് സ്വീകരിച്ചത്. ഇത് മനസ്സിലാക്കാതെ ക്വിറ്റ് ഇന്ത്യ സമരത്തിനെ ഒറ്റിക്കൊടുത്തവർ എന്ന് പറയുന്നവരോട് പരമപുച്ഛം മാത്രമേ ഉള്ളൂ. ചരിത്രബോധമില്ലാത്ത കോബർ കഴുതകളെ എന്നേ വിളിക്കാൻ പറ്റുള്ളൂ. ഇനി 2ാമത്തെ പ്രശ്നം, ഈ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാത്തവരായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ.
അങ്ങനെ ചിലരൊക്കെ പറയാറുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റുകാർ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാത്തവർ. എന്താണ് സ്വാതന്ത്ര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മനുഷ്യൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സ്വാതന്ത്ര്യമാണ്. ബ്രിട്ടൻ്റെ കയ്യിൽ നിന്നുള്ള അധികാരം ഇന്ത്യയിലെ ഏതെങ്കിലും ആളുകളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോഴും ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടാത്ത കുറേ ആളുകൾ ഉണ്ടായിരുന്നു. എന്തർത്ഥത്തിൽ? എന്താണ് സ്വാതന്ത്ര്യം? ഞാൻ എടുക്കുന്ന പണിക്ക് കൂലി ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം, എനിക്കും എൻ്റെ മക്കൾക്കും ഇവിടെ പണിയെടുക്കാനുള്ള സ്വാതന്ത്ര്യം, എൻ്റെ മക്കൾക്കും എനിക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം, പണിയെടുത്തതിൻ്റെ കൂലി ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം, വിദ്യ അഭ്യസിക്കാനുള്ള സ്വാതന്ത്ര്യം, എൻ്റെ മക്കൾക്കോ എനിക്കോ ഇഷ്ടമുള്ള പേര് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, എൻ്റെ മക്കൾക്കോ എൻ്റെ പെൺമക്കൾക്കോ എൻ്റെ അമ്മയ്ക്കോ എൻ്റെ സഹോദരിക്കോ മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം. ഇതൊക്കെ കിട്ടണ്ടേ? ഇത് ബ്രിട്ടീഷുകാരോ ഡച്ചുകാരോ പോർച്ചുഗീസുകാരോ ഫ്രഞ്ചുകാരോ തടഞ്ഞു വെച്ചതായിരുന്നു. അവരൊക്കെ വരുന്നതിന് മുൻപും ഈ പറയുന്ന ജാതി ജമ്മിത്ത വ്യവസ്ഥയുടെ ഭാഗമായിട്ട്, ഈ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഒക്കെ ഭാഗമായിട്ട് ഇതൊക്കെ ഇവിടെ നിലനിന്നിരുന്നില്ലേ? അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ അസന്തുലിതാവസ്ഥ, സമത്വം, സാമ്പത്തിക അസമത്വം ഇവിടെ നിലനിന്നിരുന്നില്ലേ? അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയാലും ഈ പറയുന്ന രീതിയിലുള്ള സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യം ജനങ്ങൾക്ക് വേണമെങ്കിൽ, ആ രീതിയിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ ഇനിയും നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് കേവലം അധികാര കൈമാറ്റത്തിലൂടെ ആവില്ല. പകരം ഈ മണ്ണിൽ പണിയെടുക്കുന്ന, ഈ മണ്ണിനെ പൊന്നാക്കുന്ന ഈ അടിസ്ഥാന വിഭാഗങ്ങളായ തൊഴിലാളികൾക്ക് മണ്ണിൽ അവകാശം കൊടുക്കണം. അപ്പോഴേ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാവുള്ളൂ. അവർ നടുവളഞ്ഞു നിൽക്കുന്നത് ഗതികേടിൻ്റെ ഭാഗമാണ്. അവർക്ക് നിവർന്നു നിൽക്കാൻ കഴിയാത്തത്, തൻ്റെ ഇടത്തോടെ നിവർന്നു നിൽക്കാൻ കഴിയാത്തത് തൻ്റേതായ ഇടമില്ലാത്തത് കൊണ്ടാണെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൻ്റെ പേരിലാണ് കമ്മ്യൂണിസ്റ്റുകാർ അന്നും പറഞ്ഞത് സമ്പൂർണ്ണമായ സ്വാതന്ത്ര്യം എന്നർത്ഥത്തിൽ നമ്മൾ നേടേണ്ടത് കേവലം അധികാര കൈമാറ്റം മാത്രമല്ല. ഇത് പറഞ്ഞതിനാണ് കമ്മ്യൂണിസ്റ്റുകാരും ഇതുവരെ സ്വാതന്ത്ര്യ സമരത്തെ അംഗീകരിക്കാത്തവരാണെന്ന് പറയുന്നത്. അവരോടും ഒരു ലോഡ് പുച്ഛം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടോ? മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.